ക്രിക്കറ്റ് വിശേഷങ്ങൾക്കൊപ്പം വോട്ട് വിശേഷങ്ങളും പങ്കുവെക്കുകയാണ് പ്രശസ്ത വനിതാ ക്രിക്കറ്റ് താരം സജന സജീവൻ. വോട്ട് ചെയ്യാനുള്ള അവകാശം എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നാണ് എല്ലാവരോടും സജനയ്ക്ക് പറയാനുള്ളത്. നമസ്കാരം. ഇന്ന് ന്യൂസ് മലയാളത്തിൽ എന്റെ പഞ്ചായത്ത് എന്ന സെഗ്മെന്റിൽ നമ്മോടൊപ്പം ചേരുന്നത് സജന സജീവനാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല, ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ക്രിക്കറ്റ് താരമാണ്. വയനാടിന്റെ സ്വന്തം ആളാണ്. അതോടൊപ്പം പ്രത്യേകിച്ച് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം മുംബൈ ഇന്ത്യൻസിൽ വീണ്ടും എത്താൻ പറ്റിയ ഒരു സന്തോഷം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെയധികം സന്തോഷമുണ്ട് ആ ഫാമിലിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ജസ്റ്റ് അവര് വിളിച്ചെടുക്കുക എന്നുള്ളത് നമ്മളിൽ അവര് തരുന്ന ഒരു വിശ്വാസമാണ്. പ്രത്യേകിച്ച് ഒരു 6 ഭയങ്കര വൈറലായിരുന്നു. എല്ലാവരുടെയും സ്റ്റാറ്റസുകളും സ്റ്റോറികളും ഒക്കെ ആയിട്ട് നിറഞ്ഞു. അതിന്റെ ഒരു ഓർമ്മയും കൂടി ഒന്ന് പങ്കുവെക്കാമോ? ക്രിക്കറ്റ് ഒരു പ്രൊഫഷനാക്കി എടുത്തപ്പം ഇന്ത്യ കളിക്കുക എന്നുള്ളതായിരുന്നു എന്റെ സ്വപ്നം. ആ ഒരു സ്വപ്നം പൂവണിയാൻ സാധിച്ചത് ആ ഒരു ഒറ്റ 6ലൂടെയാണ്. സോ അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ബോൾ ഇടാൻ തോന്നിയ ബോളറും പിന്നെ അടിച്ച ഞാനും ആ ഒരൊറ്റ നിമിഷം കൊണ്ട് എന്റെ ലൈഫ് മൊത്തം മാറ്റി മറക്കുകയായിരുന്നു ആ 6. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ മിന്നുമണിയാണെങ്കിലും സജിനയാണെങ്കിലും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ആ കിട്ടുന്ന ആ ഒരു ദിവസം, ആ കിട്ടിയ ദിവസങ്ങളിലൊക്കെ തന്നെ മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ക്രിക്കറ്റിന്റെ ഒരു ലോകത്ത് തന്നെ ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെ പ്രതീക്ഷയുള്ളത്? തീർച്ചയായും ഒരു വുമൺ ക്രിക്കറ്റർ എന്ന നിലയിൽ ഒരു വേൾഡ് കപ്പ് കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ കളിക്കുന്നവരുടെ മാത്രമല്ല, നമ്മളുടെ ഇത്രയും കോടി ആൾക്കാരുടെ ഒരു പ്രതീക്ഷയാണ്. സോ ആ ഒരു ഇന്ത്യൻ ടീമിൻ്റെ ഞാൻ വൺ ഡേൻ്റെ ഭാഗം അല്ലെങ്കിൽ കൂടെ ഒരു T20 ഫോർമാറ്റ് എനിക്ക് കളിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. സോ ഇത്രയും കോടി ആൾക്കാരെ റെപ്പ് ചെയ്തിട്ട് നമ്മളവിടെ കളിക്കുമ്പോൾ അത് നമ്മളുടെ ഒരു വാശിയാണ്, ഒരു കപ്പ് നമ്മളുടെ ഇന്ത്യക്ക് വേണ്ടി കൊണ്ടുവരിക എന്നുള്ളത്. സോ ഭയങ്കര അഭിമാനം തോന്നി. പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്നുള്ള ഒരു ക്രിക്കറ്റ് താരമാണ്. പ്രത്യേകിച്ച് മിന്നുമണി അടക്കമുള്ളവർ വളർന്നു വന്നൊരു നാടാണ്. ഈ വീണ്ടും ഒരു ഇലക്ഷൻ വരികയാണ്. ഇവിടെ സ്പോർട്സ് മേഖലയെക്കുറിച്ച് അന്നും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഒരുപാട് ഫെസിലിറ്റീസ് ആവശ്യമാണ്. എന്നാൽ വീണ്ടും ഒരു ഇലക്ഷൻ വരികയാണ്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ സ്പോർട്സ് മേഖലയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ സാധ്യതയുള്ളത്? സ്പോർട്സ് മേഖലയായിട്ട് ഫസ്റ്റ് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഒരു ലെവൽ അച്ചീവ് ചെയ്ത കുട്ടികൾക്ക്, അത് ഇപ്പോൾ ക്രിക്കറ്റ് മാത്രമല്ല ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു ഈവൻറ്റിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ മെഡൽ വന്ന കുട്ടികൾ, നാഷണൽസ്, അപ്പോൾ അവർക്കൊക്കെ ഒരു ജോലി സാധ്യത ഉറപ്പുവരുത്തുക എന്നുള്ളൊരു പോയിന്റ് എനിക്ക് പറയാനുണ്ട്. അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. അത് അറ്റ്ലീസ്റ്റ് ഒരു ഇപ്പോൾ പറഞ്ഞ പോലെ ഓരോ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിൽ ഒരു ഗ്രൗണ്ട് നിർബന്ധമാണ്. കാരണം എല്ലാവരും പഠിച്ച് വലിയ വലിയ ആൾക്കാരാവണം എന്നില്ല. എന്നെ പോലെയുള്ളവരുണ്ടാവും മേ ബി സ്പോർട്സിൽ താല്പര്യമുള്ള. സോ അവരുടെ ഫ്യൂച്ചർ ഇല്ലാതാക്കരുത്. അവരുടെ ഏതാണോ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഇവൻറ്റ് അത് കണ്ടെത്തി അവരുടെ എന്താണോ ടാലൻറ്റ് മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്ക് പ്രാക്ടീസും കാര്യങ്ങളും കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരിക. ആ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനു വേണ്ട ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ ഒരുങ്ങണമെന്നാണ് ആവശ്യം. അതെ അതെ, എല്ലാ ഫെസിലിറ്റി. ഇപ്പോൾ ക്രിക്കറ്റിനാണെങ്കിൽ നമ്മുടെ കൃഷ്ണഗിരി ഉണ്ട്. അപ്പോൾ അത്ലറ്റിക്സിനാണെങ്കിൽ ഇപ്പോൾ പനമരത്തൊക്കെ വന്നിട്ടുണ്ട്. സോ അങ്ങനത്തെ, പക്ഷേ എല്ലാവർക്കും അവിടെ എത്തിപ്പെടാൻ പറ്റണമെന്നില്ല. സാധാരണ രീതിയിൽ ഇവിടെയുള്ള രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? രാഷ്ട്രീയം ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല. ബട്ട് എന്നിരുന്നാലും ഇലക്ഷൻ വരികയാണ്. അതിൻ്റെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മളുടെ അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. സോ നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം അവരെ വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനൊരു സ്പോർട്സ് താരം എന്ന നിലയിൽ ഞാനൊരു പാർട്ടീൻ്റെയും പെർട്ടിക്കുലറായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഞാൻ ചെയ്യാറില്ല. സോ നിങ്ങൾക്ക് കിട്ടുന്ന അവസരം വോട്ട് ചെയ്യുക എന്നുള്ള അവസരം നിങ്ങളത് ഉപയോഗപ്പെടുത്തുക. ജൻസിയിൽപ്പെട്ട ആളുകൾ ജോലി പോലും ഉപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പിലെ അഭിമുഖീകരിക്കാൻ വേണ്ടി റെഡി ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അത് ഏറെ പ്രതീക്ഷയായിട്ട് തോന്നുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ജൻസി യുവതലമുറകൾ വരുന്നത് അവർ എത്രത്തോളം പാർട്ടീനെ പഠിച്ചിട്ട് വരികയാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഒരു സീനിയോറിറ്റി ഉണ്ടാവുമ്പോൾ നമുക്ക് ആ ഒരു അറിയാമല്ലോ. ഇപ്പോൾ എന്താ പറയുക, സീനിയോറിറ്റി ഉള്ള ഒരാൾ പാർട്ടിയിലേക്ക് വരുമ്പോൾ അവർ പാർട്ടീൻ്റെ എല്ലാ ഓരോ ഘട്ടങ്ങളും താണ്ടി വരുന്നവരാണ്. ഇപ്പോൾ വന്ന പിള്ളേർ നമുക്ക് എത്രത്തോളം പാർട്ടീനെ പറ്റി പഠിച്ചിട്ടാണോ, ഏത് പാർട്ടിയാണെങ്കിലും അത് അവരവരുടെ പാർട്ടികളെ പറ്റി പഠിച്ചിട്ടാണോ വരുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല. ബട്ട് അവരുടെ ചിന്താഗതികളെല്ലാം കുറച്ചുകൂടെ മോഡേൺ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അവർ അവരുടേതായിട്ടുള്ള പാർട്ടിയുടെ മൂല്യം കാത്തു വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ദാറ്റ്സ് ഇറ്റ്. വലിയ രീതിയിലുള്ള പ്രതീക്ഷ ഇത്തവണ വോട്ടിങ്ങിന് ഇവിടെ ഉണ്ടാവുമോ? വോട്ടിങ്ങിന് ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. വയനാട്ടിൽ നിന്ന് സജന സജീവന്റെ ഒപ്പമാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. വലിയ രീതിയിലുള്ള പ്രതീക്ഷകളാണ് പ്രത്യേകിച്ച് വളർന്നു വരുന്ന കായിക താരങ്ങൾക്കടക്കം ഉണ്ടാകേണ്ടത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ തന്നെ ചർച്ചയാവുമെന്നാണ് സജന പറയുന്നത്. ക്യാമറാമാൻ റിന്റുവിനോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, വയനാട്.